6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മയുടെ കൂടെയും കസിൻ ചേച്ചിയുടെ കൂടെയും അൽഫോൻസാമയെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ വഴിക്ക് വെച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡുവാണ് പൊട്ടിയത്. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അൽഫോൻസാമയുടെ അടുത്ത് ഉണർത്തിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൽഫോൻസാമയുടെ പള്ളിയിൽ ചെന്നു. അൽഫോൻസാമയുടെ കബറിടത്തിൻ്റെ മുമ്പിൽ മുട്ടുകൾ കുത്തി എൻ്റെ പ്രശ്നങ്ങളും വേദനകളും അൽഫോൻസാമയോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്, അൽഫോൻസാമേ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുക, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ തോക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ എൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് എനിക്ക് മാർക്കിട്ട് തരാനായിട്ട് അവരെ നീ ഒന്ന് തോന്നിപ്പിക്കണമേ എന്ന്. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ തോന്നി. അങ്ങനെ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് ചെന്നു. പേപ്പറുകൾ നിരനിരയായി കിട്ടാൻ തുടങ്ങി. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും ജയിച്ചിട്ടില്ല, എല്ലാത്തിനും ഞാൻ തോറ്റു. അന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനമില്ല. കാരണം അൽഫോൻസാമയ്ക്ക് പവറില്ല. പവർ ഉണ്ടായിരുന്നാൽ എൻ്റെ പ്രാർത്ഥന അൽഫോൻസാമ കേൾക്കുമായിരുന്നല്ലോ. വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് എന്നെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ. നമ്മളൊക്കെ അൽഫോൻസാമയുടെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അൽഫോൻസാമ ഈശോയ്ക്ക് സമർപ്പിക്കാറൊക്കെ ഉണ്ട്. അതിന് ഉത്തരവും നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നമുക്ക് എവിടെയോ ഒരു കുറവ് സംഭവിക്കുന്നത് പോലെ. അത് മറ്റൊന്നുമല്ല, അൽഫോൻസാമയ്ക്ക് തൻ്റെ ജീവിതത്തോടും തന്നെ വിളിച്ച ക്രിസ്തുവിനോടുമുള്ള ഒരു വിശ്വസ്തതയാണ് എന്നെയും നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തേണ്ടത്. അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കണക്കുകളായിരിക്കും അൽഫോൻസാമയ്ക്ക് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അർത്ഥിനിയായിരിക്കുന്ന കാലത്ത് അൽഫോൻസാമ വീട്ടിൽ ചെല്ലുന്നു. കുഞ്ഞുഞ്ഞക്കുട്ടി വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അവൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, തിടുക്കത്തിൽ തൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ആഭരണങ്ങൾ പണിയിപ്പിക്കുന്നത്. അതുപോലെ തൻ്റെ ഗുരുഭൂതരിൽ നിന്ന് പോലും തനിക്ക് ദൈവവിളി ഇല്ല എന്ന് കേൾക്കേണ്ടി വന്ന അൽഫോൻസാമ. പക്ഷേ എങ്കിലും അവൾ തൻ്റെ ദൈവത്തോടും തന്നെ വിളിച്ച ക്രിസ്തുവിനോടും തൻ്റെ ജീവിത രീതിയോടും അവൾ വിശ്വസ്തത പുലർത്തി. എനിക്ക് തോന്നുന്നു സിസ്റ്റർ അൽഫോൻസയെ വിശുദ്ധ അൽഫോൻസ ആക്കി തീർത്തത് ഈ അർപ്പണ മനോഭാവമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ അൽഫോൻസാമയുടെ കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളോട് കൂടെ ചേർത്ത് വെക്കാവുന്ന ഒന്നാണിത്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരിക്കും ഇച്ചിരൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അൽഫോൻസാമെ, അങ്ങേക്കുണ്ടായിരുന്ന ജീവിത മനോഭാവവും ക്രിസ്തുവിനോടുള്ള അർപ്പണ മനോഭാവവും എൻ്റെ ജീവിതത്തിലും നിറക്കണമേ എന്ന്. നൗഷേദ് കാലഘട്ടത്തിൽ അൽഫോൻസാമയുടെ ഒരു ഡയറി കുറിപ്പ് വായിക്കാനിടയുണ്ടായി. അതിൽ അവൾ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതലായിട്ട് നമുക്ക് സ്നേഹിക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് ഇത്തിരി പാടായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ജീവിത രീതിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധിയുടെ പടവ് ചവിട്ടുക തന്നെയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് അൽഫോൻസാമയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അൽഫോൻസാമയെ, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് വിശുദ്ധി നിറയ്ക്കണമേ. അങ്ങേക്കുണ്ടായിരുന്ന മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ചുറ്റും താമസിക്കുന്ന വ്യക്തികൾക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ആ വിശുദ്ധി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.